ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അത്ര പഴുത്തിട്ടില്ല, അപ്പോൾ ഒത്തിരി നേരം നമ്മൾ വേവിക്കേണ്ടി വരും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി നന്നായിട്ട് വേവിച്ചെടുക്കുക. വെള്ളത്തിലിട്ട് വേവിക്കേണ്ട, ഇങ്ങനെ ചെയ്യാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് മാവ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവണ വരെ വെന്തിട്ടുണ്ട്. എന്നാലും നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ കൈ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒത്തിരി നേരമൊന്നും വേണ്ടി വരില്ല വേവാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ 1/4 കപ്പ് വേണ്ടി വരില്ല. എൻ്റെ അത്രയും പഴുക്കാത്തതുകൊണ്ട് ഞാൻ അത്രയും പഞ്ചസാര എടുത്തൊന്നുമില്ല. അപ്പം മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ആവിയിൽ വേവിച്ചുകൊണ്ട് തന്നെ പഴത്തിൽ ഒട്ടും വെള്ളം കയറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിതിൽ പൊടിയൊന്നും ചേർക്കേണ്ടി വരില്ല. അപ്പം നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഭയങ്കര കുഴഞ്ഞു പോയി എന്ന് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂണ് മൈദ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് വലിയ ബോൾസ് ആക്കണ്ട, കുഞ്ഞു ബോൾസാണ് നല്ലത്. പിന്നെ നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ ഏലക്കപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമുക്ക്. ഈ ബോൾസൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കണം. നമ്മൾ എപ്പോഴും പഴംപൊരിയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ മാവ് റെഡിയാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ട്. 3 ഏലക്ക കുത്തിയിട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ മാവിൽ പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഭയങ്കര സ്വീറ്റായിട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പുറത്തുള്ള മാവ് ഉപ്പിൽ ചെയ്തിട്ട് ഉള്ളിൽ സ്വീറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മധുരം ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ മാവിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയിലും അല്ല, അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇത്രയും ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഈ ബോൾസ് നമ്മൾ ഈ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേഗം മുക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മാവൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഒത്തിരി നേരമൊന്നും വേവിക്കണ്ട, കാരണം നമ്മൾ ഉള്ളിൽ ഓൾറെഡി വേവിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറം ഭാഗം നന്നായിട്ട് ആ മൈദയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് മേലെ ഒന്ന് ഇത്തിരി ഞാൻ എണ്ണ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു രുചിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നേന്ത്രപ്പഴമൊക്കെ മിക്കപ്പോഴും നമ്മൾ വീട്ടിൽ വാങ്ങണമല്ലോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. ഇത് ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാനാണ് രസം ഉണ്ടാവുക. ചൂട് കുറച്ച് ആറിയാലും കുഴപ്പമില്ല, എന്നാലും ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യാൻ, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.